ഒക്ടോബർ 7 അരങ്ങേറിയ ഓപ്പറേഷൻ അൽ-അഖ്സ ഫ്ലഡിന് ശേഷം ഫലസ്തീനിയൻ ജനതയുടെ വീരനായകനാണ് അൽ ഖസ്സാം ബ്രിഗേഡ്സ് വക്താവ് അബു ഉബൈദ. തൂഫാനിൽ അക്സയ്ക്ക് ശേഷം ഗസയിലെ ഇസ്രായേൽ നാശനഷ്ടങ്ങളുടെയും ഹമാസ് പ്രതിരോധത്തിന്റെയും വിശദാംശങ്ങൾക്കായി ഫലസ്തീനികൾ അബു ഉബൈദക്കായി ഇപ്പോഴും കാതുകൂർപ്പിച്ചിരിക്കുന്നു. പട്ടാള യൂണിഫോമിൽ കണ്ണുമാത്രം പുറത്തേക്ക് കാണുന്ന വിധത്തിൽ ചുവന്ന കഫിയ കൊണ്ട് മുഖം മറച്ചാണ് ഉബൈദ മാധ്യമങ്ങളുമായി സംവദിക്കാറുള്ളത്. ഇപ്പോഴിതാ അബു ഉബൈദയുടെ കണ്ണുകളെക്കുറിച്ച് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവസാനം പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അബു ഉബൈദയുടെ കണ്ണുകൾ തമ്മിൽ വലിപ്പ വ്യത്യാസമുണ്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത്. വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കാമെന്ന സംശയത്തിലാണ് ഇസ്രായേൽ. അല്ലെങ്കിൽ കാഴ്ചക്കാരുടെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു വീഡിയോ അബു ഉബൈദ അടുത്തിടെ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോയിലും അദ്ദേഹം കഫിയ കൊണ്ട് മുഖം മറച്ചിട്ടുണ്ടെങ്കിലും കണ്ണുകളുടെ വലിപ്പ വ്യത്യാസം തങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇസ്രായേൽ അവകാശവാദം. അബു ഉബൈദയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ മാറ്റം കണ്ടെത്താനാകും. ഒരു കണ്ണ് രണ്ടാമത്തേതിനേക്കാൾ വലുതാണ്. അത് അസാധാരണമാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേനയെ ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. 2002 അബു ഉബൈദ ഔദ്യോഗികമായി ഹമാസിന്റെ ഭാഗമാകുന്നത്. അൽ ഖസ്സാം ബ്രിഗേഡിന്റെ ഫീൽഡ് ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു നിയോഗം. 2005 ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയ ശേഷം ഖസ്സാം ബ്രിഗേഡിന്റെ വക്താവായി. അന്ന് മുതൽ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ആദ്യ കോളങ്ങളിൽ അബു ഉബൈദയുണ്ട്. ഇദ്ദേഹത്തെ വകവരുത്താൻ ജബലിയയിലെ വീടിന് നേരെ ഇസ്രായേൽ സേന ബോംബാക്രമണം നടത്തിയത് 4 തവണയാണ്. 2008, 2012, 2014, 2023 വർഷങ്ങളിൽ 4 തവണയും അദ്ദേഹം രക്ഷപ്പെട്ടു. 2006 ജൂൺ 5 അൽ ഖസ്സാം വക്താവായി അബു ഉബൈദ ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. 18 വർഷമായി അത് തുടരുകയും ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക സംവിധാന ഉപകരണങ്ങൾ ഉണ്ടായിട്ടും അബു ഉബൈദ എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഇസ്രായേലിന് ഇതുവരെ ആയിട്ടില്ല. ജബലിയിൽ താമസിക്കുന്ന ഹുദൈഫ എന്നയാളാണ് ഇദ്ദേഹം എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവ് നൽകാൻ ഇസ്രായേലിന് ആയിട്ടില്ല. യുദ്ധഭൂമിയിൽ നിന്ന് ഇസ്രായേൽ തൽപര വാർത്തകൾ മാത്രം പുറം ലോകത്തെത്തുന്ന വേളയിലാണ് അബു ഉബൈദയുടെ വാർത്താ സമ്മേളനവും റെക്കോർഡിംഗ് സംഭാഷണങ്ങളും ശ്രദ്ധ നേടിയത്. ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായ ഗസയിൽ അബു ഉബൈദ് നൽകുന്ന വിവരങ്ങൾക്കായി കാത്തിരിക്കുന്ന അറബ് മാധ്യമങ്ങളും നിരവധിയാണ്. ഖസ്സാം ബ്രിഗേഡ് തകർത്ത ഇസ്രായേൽ ടാങ്കുകളുടെയും ആയുധങ്ങളുടെയും എണ്ണമടക്കം വസ്തുനിഷ്ഠമായ വിവരങ്ങളാണ് ഇദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളുടെയും സംഭാഷണങ്ങളുടെയും സവിശേഷത. ഫലസ്തീനിൽ മാത്രമല്ല പല മധ്യേഷ്യൻ രാഷ്ട്രങ്ങളിലേക്കും വീടുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർക്കാറുണ്ട്. കാറുകൾ, ഗ്യാരേജുകൾ എന്നിവിടങ്ങളിലിരുന്ന് ഇദ്ദേഹത്തിന്റെ സംപ്രേഷണം ഫലസ്തീനികൾ കേൾക്കുന്നതായി പ്രാദേശിക മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നു. ഫലസ്തീനിൽ സൂപ്പർ ഹീറോ പരിവേഷമാണ് അബു ഉബൈദക്കുള്ളതെന്നും മാധ്യമങ്ങൾ പറയുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് അറബിയിൽ മീമുകളും ഷോർട്ട് വീഡിയോകളും ധാരാളം ലഭ്യമാണ്. നിലവിലെ സംഘർഷങ്ങൾക്കിടെ അബു ഉബൈദയുടെ പ്രസംഗങ്ങൾ ഫലസ്തീനിലെ നിരവധി പള്ളികളിൽ ഉച്ചഭാഷിണി വഴി പ്രക്ഷേപണം ചെയ്യാറുണ്ട്.